ഡൽഹിയിൽ ഇന്നലെ ഉണ്ടായ ദുരന്തത്തിൽ മരിച്ചവരൊരു മലയാളി വിദ്യാർത്ഥിയും ഉണ്ടായിരുന്നു. ഡൽഹി രാജേന്ദർ നഗറിലെ അവിടെ ഉണ്ടായ വെള്ളക്കെട്ടിൽ മരിച്ച എറണാകുളം സ്വദേശി നെവിൻ ഡാൽവിൻ്റെ വീട്ടിൽ നിന്ന് അരുൺ ശങ്കർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, അത്യന്തം ദുഃഖകരമായ സങ്കടകരമായ ഒരു സ്ഥിതിയാണ് ആ കുടുംബത്തെ സംബന്ധിച്ച് നമ്മളെ ആകെ സംബന്ധിച്ചും ഉണ്ടായിരിക്കുന്നത്. വളരെ മിടുക്കരായ ചെറുപ്പക്കാരൻ സിവിൽ സർവീസ് എന്ന വലിയ സ്വപ്നവുമായി പോയി ഡൽഹിയിൽ വിദഗ്ധ കോച്ചിങ്ങിന് വേണ്ടി പോയതാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായത്. നെവിനെക്കുറിച്ച് ഒപ്പം ആ വീടിനെ പറ്റി മറ്റു വിവരങ്ങൾ. ഡൽഹിയിലെ ദുരന്തത്തിൽ മരിച്ച നെവിൻ ഡാൽവിൻ മലയാറ്റൂർ മുടങ്ങാമട്ടം സ്വദേശിയാണ്. ഇവൻ്റെ വീടാണിത്. അച്ഛനും അമ്മയും നിലവിൽ ഇവിടെയില്ല. രാവിലെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോയപ്പോഴാണ് മകൻ്റെ മരണവിവരം അവർ അറിഞ്ഞത്. അവരിപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുന്നതേ ഉള്ളൂ. പക്ഷേ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവർ തിരുവല്ല സ്വദേശികളാണെന്നാണ് പറയുന്നത്. ഇവിടെ വന്ന് വസ്തു വാങ്ങിച്ച് താമസമാക്കിയവരാണ്. ഇവരെക്കുറിച്ച് എന്തൊക്കെ അറിയാൻ കഴിയുന്നത്? ടീച്ചർ ഈ നാട്ടുകാരത്തി അല്ല, ശരിക്കും തിരുവല്ല ഭാഗത്താണ് എൻ്റെ ഒരു ഓർമ്മ. യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ, ഞാൻ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാഫാണ്. അങ്ങനെ ഉള്ള മക്കളായിട്ട് അത്ര കണക്ഷൻ ഇല്ല, എനിക്കറിയില്ല. അപ്പം പുള്ളി IAS കോച്ചിങ്ങിന് ഡൽഹിയിൽ പോയതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ വെച്ച് ഫ്ലഡിൽ എന്തോ ഇത് പറ്റിയതാണ്, അത്യാവശ്യം സംഭവിച്ചതാണ്. ഇവിടെയാണ് താമസിക്കുക. അവരിപ്പോൾ ആലുവയിൽ ഒരു പള്ളിയിൽ അവർ ഇത് പോയി പ്രാർത്ഥനയ്ക്ക് പോയിട്ട് അവിടെ ഉണ്ട് ആള്. ഞാൻ വിളിച്ചപ്പോൾ എടുത്തായിരുന്നു അവർ. വേറെ ആൾ എടുത്ത ഫോണ്. അപ്പോൾ അവരിങ്ങനെ വിവരം അറിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു റിലീഫായിട്ട് കൊണ്ട് വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതെ, ആയിരിക്കണം. വേറെ ആളെ ഫോൺ എടുത്തത്. ഈ കുട്ടികളെ മകനെ കുറിച്ച് അധികം ഡീറ്റെയിൽസ് അറിയില്ല, ഞാൻ അത്ര പരിചയമില്ല എനിക്ക്. ഇങ്ങോട്ടേക്ക് എത്തുമായിരുന്നു. ഞങ്ങൾ വിവരം അറിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നാണ്. മകനെ അറിയാമോ? മകനെ എനിക്ക് അധികം അറിയില്ല. ടീച്ചർ, ഹസ്ബൻഡ് യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ടീച്ചറായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ട്. പോലീസ് ഉദ്യോഗസ്ഥ അങ്ങനെ പറഞ്ഞു. ഈ കുട്ടിയെക്കുറിച്ച് അധികം ആൾക്കാർക്ക് അറിയില്ല, പ്രദേശവാസികൾക്ക് അറിയില്ല. അവർ ഇവിടെ വന്ന് വസ്തു വാങ്ങിച്ച് വീട് വെച്ച് താമസിക്കുകയാണ്. ടീച്ചർ കാലടി സർവകലാശാല, ഈ നെവിൻ്റെ അമ്മ കാലടി സർവകലാശാലയിലെ ജിയോഗ്രഫി വിഭാഗം അധ്യാപികയാണ്. അച്ഛൻ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. നെടുമ്പാശ്ശേരി ഉൾപ്പെടെ വർക്ക് ചെയ്തിരുന്നു. ആ സമയത്താണ് അവർ ഇവിടെ വസ്തു വാങ്ങിച്ച് വീട് വെച്ച് താമസമാക്കിയത്. നെവിനെക്കുറിച്ച് എൻ്റെ സഹപാഠികൾ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചത്. പക്ഷേ അങ്ങനെ ആരും നമുക്കിതിരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അച്ഛനും അമ്മയും നിലവിൽ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. പള്ളിയിൽ പ്രാർത്ഥനയിലാണ്. അവിടെ വെച്ചാണ് ഈ സംഭവം വിവരം അറിയുന്നത്. അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് അറിയുന്നത്. ആ ഒരു ഞെട്ടൽ തന്നെയാണല്ലോ, ഒരു ഒട്ടും പ്രതീക്ഷിക്കാതുണ്ടായിരുന്നല്ലേ? അതെ, അത് അറിഞ്ഞില്ലായിരുന്നു. ഇപ്പോൾ രാവിലെ ഒരു പള്ളിയിൽ പോയപ്പോൾ അറിഞ്ഞിട്ടില്ലല്ലോ, അതല്ലേ ഇപ്പോഴും അറിഞ്ഞോളൂ എല്ലാവരും. ഒരു പ്രതീക്ഷിതമായിപ്പോയി. മകനെ അറിയാമോ? അറിയാം, പഠിക്കാമെന്ന് അറിയാം. എന്താ പഠിക്കുന്നത് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. പുറത്ത് പഠിക്കാമെന്ന് അറിയാം. സഹോദരിയുണ്ട്, ജോലിയായെന്ന് പറയണേ. കൃത്യമായിട്ട് അറിയില്ല. ഇവരിവിടെ വന്ന് താമസിക്കുന്നതാണല്ലോ. എത്ര നാളായി? ഇത് 10 വർഷത്തേക്കുള്ളായി ഇവിടെ താമസം തുടങ്ങിയിട്ട്. യൂണിവേഴ്സിറ്റിയിൽ ജോലിയുണ്ട്. ടീച്ചറാണ് വൈഫ്. കൂടെ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നെവിൻ്റെ കൂടെ ഇല്ല, ഇവിടെ അറിയില്ല. പുറത്തുള്ള പിള്ളേർ പുറത്താണോ പഠിച്ചത്? ഇവിടെ അല്ല. അവര് തിരുവനന്തപുരമാണ് നാട്. അവരിവിടെ ജോലി ആയപ്പോൾ ഇവിടെ വീട് വാങ്ങിച്ച് ഇവിടെ താമസിക്കുന്നതാണ്. ഇരിക്കും, ഇത്രേ അറിയാവുള്ളൂ. അറിയാം, രണ്ടുപേരും അറിയാം. ഡെയിലി കാണുന്ന അവരാണ്. ഞങ്ങളുടെ അയൽവക്കാണ്. ഇതൊക്കെയാണ് ഈ നാട്ടുകാർക്ക് പറയാനുള്ളത്. അതായത് അവർ പുറത്തുനിന്ന് ഇവിടെ വന്ന് താമസമാക്കിയതാണ്. ഈ മകനെയും അങ്ങനെ അധികം കണ്ട് പരിചയമില്ല. ഇപ്പോൾ MLA ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നമുക്ക് MLAയുടെ പ്രതികരണം കൂടെ ആരായാം. കാരണം അദ്ദേഹത്തിന് കൂടുതൽ വിവരങ്ങൾ ഇക്കാര്യത്തിൽ അറിയാൻ കഴിയും. നെവിൻ മരിച്ച വിവരം ഇന്ന് രാവിലെ മാത്രമാണ് വീട്ടുകാർ അറിഞ്ഞത്. അവർക്ക് സംബന്ധിച്ച് ഇന്നലെ രാവിലെ അപകടത്തിൽ പെട്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിവരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുന്നത്.